അങ്ങനെ ഒരു പഴയ കാല ഓർമ്മയിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴമക്കാർ അരിയൊക്കെ ഉരലിൽ ഇടിക്കുന്ന ഒരു കാലം ഉണ്ടായല്ലോ, ആ ഒരു കാലത്തെ കാഴ്ചകളാണ് അവർ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്തിനാന്നാ, ക്ഷമയോടെ കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഫാമിലിയും. പിന്നെ വേറെ ടൂറിസ്റ്റുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ അവരുടെ ഒരു ചെണ്ടമുട്ടും പാട്ടും നൃത്തവും ഒക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് സമയം. ഇതൊരുപാട് സമയമുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ഒക്കെ ഒരുപോലെ ക്ഷമയോട് കൂടി കണ്ട് ആസ്വദിച്ച ഒരു പരിപാടിയായിരുന്നു ഇവരുടേത്. ഒത്തിരി ഇഷ്ടമായിട്ടാ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വയനാട്ടിലെത്തുകയാണെങ്കിൽ ഇവരെ ഈ ഒരു ഗ്രാമത്തിലേക്കൊക്കെ വരിക. പിന്നെ ഈ ഒരു കുഞ്ഞു വീട് കണ്ട, നല്ല തണുപ്പാണ് ഇവിടെ, നല്ല കാറ്റും ഇരിക്കാനൊക്കെ ഒരു പഴയ കാല ഓർമ്മയിലേക്ക് പോയ പോലെ. പിന്നെ പഴയ വസ്തുക്കൾ, നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പഴയ കാല വസ്തുക്കൾ, വിളക്കാവട്ടെ പാത്രങ്ങളാകട്ടെ പിന്നെ ആഭരണങ്ങളാവട്ടെ എല്ലാം പഴയത്, ചൂരൽ കൊണ്ട് മുള കൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ട പലതരത്തിലുള്ള വസ്തുക്കൾ. ഇത് തൊട്ടിലാണ്. മൊത്തത്തിൽ നമ്മളെല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഓരോ വസ്തുക്കളാട്ടോ ഇവിടെ ഉള്ളത്. ഇത് നമ്മളെ മക്കൾക്കാണ് ഒരുപാട് അതിശയം. നമ്മളിൽ പലരും ഇത് കണ്ടിട്ടുള്ളതായിരിക്കാം. പിന്നെ ഈ ഒരു കോലായി എന്നൊക്കെ പറയൂലേ, പഴയ കാലത്ത് പറയുന്ന രീതിയാണ് അതൊക്കെ. അതെല്ലാം ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. വേഗം പൂക്കോട്ട് തടാകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മുഴുവനും മങ്കീസാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.